Hi students, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ഓൺ അഗ്രിഗേറ്റ്സ് ആണ്. ടെസ്റ്റ് ഓൺ അഗ്രിഗേറ്റ്സിൽ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലേക്കിനെസ് ഇൻഡെക്സും അതുപോലെ തന്നെ ഇലോങ്ങേഷൻ ഇൻഡെക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റ് ഫോർ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ആൻഡ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. Flakiness index of aggregate is the percentage by weight of particles. Flakiness index of aggregate is the percentage by weight of particles in it whose least dimension means thickness is less than 3/5 of their mean dimension. അപ്പോൾ ഞാൻ ഒരു മാസ് ഓഫ് അഗ്രിഗേറ്റ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഇവിടെ ഞാനൊരു മാസ് ഓഫ് അഗ്രിഗേറ്റ് ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ആ അഗ്രിഗേറ്റിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ ലീസ്റ്റ് ഡയമെൻഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എടുക്കുന്ന അഗ്രിഗേറ്റ് തിക്നെസ് ആണ്. ആ തിക്നെസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 3/5 ഓഫ് ദെയർ മീൻ ഡയമെൻഷൻ. അതിനുള്ള ഒരു മീൻ ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ആ മീൻ ഡയമെൻഷനേക്കാൾ 3/5 എന്തായിരിക്കും, കുറവായിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ 3/5 ഓഫ് ദെയർ മീൻ ഡയമെൻഷൻ. അപ്പൊ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾസ്, അപ്പൊ ആ ഓരോ പാർട്ടിക്കിൾസിന്റെയും പെർസെന്റേജ് ബൈ വെയിറ്റ് ആണ് നമ്മൾ എന്ത് പറയുക, ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ അഗ്രിഗേറ്റിൽ അത് ഓരോന്നിന്റെയും പെർസെന്റേജ് ബൈ വെയിറ്റ് ആണ് ഞാൻ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ടെസ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സൈസസ് സ്മോളർ ദാൻ 6.3 mm. 6.3 mm സൈസ് നേക്കാൾ ചെറിയ പാർട്ടിക്കിൾസിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് ടെസ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിിൾ ടു സൈസസ് സ്മോളർ ദാൻ 6.3 mm. 6.3 mm സൈസിനേക്കാൾ താഴെയുള്ളതിന് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. This test is conducted by using metal thickness gauge of the description shown in figure. ഇപ്പൊ ഇവിടെ ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ ഗേജിനും ഓരോ സൈസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഓരോ സൈസും എന്താണ്, ഓരോന്നിനകത്ത് പറയുന്ന സൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെറ്റൽ തിക്നെസ് ഗേജ് യൂസ് ചെയ്തിട്ടാണ്, ആ ടേം ഓർമ്മിക്കുക, മെറ്റൽ തിക്നെസ് ഗേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്ന മെറ്റൽ തിക്നെസ് ഗേജ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ തിക്നെസ് ഗേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലേക്കിനെസ് ഇൻഡെക്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞു, ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ഓഫ് അഗ്രിഗേറ്റ് ഈസ് എ പെർസെന്റേജ് ബൈ വെയിറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ് ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ. ആ പാർട്ടിക്കിൾസിന്റെ ലീസ്റ്റ് ഡയമെൻഷൻ അതായത് തിക്നെസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 3/5 ഓഫ് ദെയർ മീൻ dimension. The sufficient quantity of aggregate is taken such that a minimum number of 200 pieces of any fraction can be tested. അപ്പൊ ഇതിനകത്ത് ഓരോ ഫ്രാക്ഷൻ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മിനിമം 200 പീസസ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഈസ് ടേക്കൺ. അപ്പൊ നമ്മൾ അവിടെ എടുക്കുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതിൽ നമുക്ക് ഓരോന്നിലും മിനിമം 200 പീസസ് അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷന്റെ ആയാലും 200 പീസസ് എങ്കിലും മിനിമം നമ്പർ നമുക്ക് അവിടെ വേണം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റിനകത്ത്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റിനകത്ത് നമുക്ക് മിനിമം ഓരോ ഫ്രാക്ഷന്റെയും 200 പീസസ് എങ്കിലും വേണം. എത്ര പീസസ് ആണ് വേണ്ടത്, 200 പീസസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. Each fraction is gauged in turn for thickness on the metal gauge. അപ്പോൾ ഓരോ ഫ്രാക്ഷനും നമ്മളിപ്പോൾ ഓരോ ഫ്രാക്ഷൻ എടുക്കുകയാണ്, 63 to 50 mm സൈസിനകത്തുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്നു. ഈസ് ഗേജ്ഡ് ഇൻ ടേൺ. അപ്പൊ നമ്മൾ വേറെ എന്ത് ചെയ്യുക, നമ്മൾ ഒരു മാസ് ഓഫ് അഗ്രിഗേറ്റ് വെച്ചേക്കല്ലേ, ആ അഗ്രിഗേറ്റിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോന്നും എടുക്കുന്നു, അത് ഏതിനകത്തൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം നോക്കുന്നത്. 63 to 50 ആണോ പോകുന്നത്, അല്ലെങ്കിൽ 50 to 40 ആണോ പോകുന്നത്, 40 to 25 ആണോ പോകുന്നത്, 31.5 to 25 ആണോ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓരോന്നായിട്ട് നോക്കാനായിട്ട് പറ്റും. അപ്പൊ each fraction is gauged in turn for thickness on the metal gauge. Total amount passing in the gauge is weighed to an accuracy of 0.1% of the weight of the sample taken. Total amount passing in the gauge is weighed. അപ്പൊ ഓരോന്നിനകത്തൂടെ പോകുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു. And is weighed to an accuracy of 0.1%. Accuracy of 0.1% of the weight of the sample taken. The flakiness index is taken as the total weight of the material. Flakiness index is taken as the total weight of the material
passing through various thickness gauges expressed as percentage of total weight of the sample taken. അപ്പോൾ ഞാൻ അവിടെ മൊത്തം ഒരു amount of sample ഞാൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ എടുത്ത സാമ്പിളിൽ ഈ ഓരോ ഗേജിലൂടെയും പാസ് ചെയ്ത് പോകുന്ന amount എത്രയാണ്? Flakiness index is taken as the total weight of the material passing through the various gauge. അപ്പോൾ ഞാൻ ആദ്യം ഒരു x എന്ന ഒരു സാമ്പിൾ ഞാൻ എടുത്തു അല്ലെ. ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? എക്സ് കിലോഗ്രാം എന്ന് പറയുന്നതാണ് ഞാൻ എടുത്ത ടോട്ടൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. എക്സ് കിലോഗ്രാം ഓഫ് അഗ്രിഗേറ്റ് ഞാൻ എടുത്തു. അതിനകത്ത് ഓരോന്നിനകത്തും ഇപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ ഈ പറയണ എക്സ് എന്ന് വെച്ചാൽ x1 പ്ലസ് x2 പ്ലസ് x3 ആണെന്ന് ഇങ്ങനെ എക്സെട്ര അപ് ടു xn ആണെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ എടുക്കുന്ന ടോട്ടൽ പെർസെന്റേജ് ഓഫ് ഓരോന്നിനകത്തൂടെയും പോകുന്ന അല്ലെങ്കിൽ ഓരോ ഗേജസിനകത്തൂടെയും പാസ് ചെയ്ത് പോകുന്നതാണ് x1 ഉം x2 ഉം xn എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഫ്ലേക്ക്നെസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ is taken as the total weight of material passing through various gauges. ഈ ഓരോ ഗേജസിലൂടെയും പോകുന്ന ടോട്ടൽ മെറ്റീരിയൽ ഓക്കെ expressed as the percentage of total weight of sample taken. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ടോട്ടൽ വെയിറ്റ് ഓഫ് സാമ്പിളിൽ ഈ ഓരോന്നിനകത്തൂടെയും പാസ് ചെയ്ത് പോകുന്ന ടോട്ടൽ എത്രയാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലേക്ക്നെസ് ഇൻഡെക്സിനെ എക്സ്പ്രസ് ചെയ്യുക. ഫ്ലേക്ക്നെസ് ഇൻഡെക്സ് is taken as the total weight of material passing through various thickness gauges expressed as a percentage of total weight of the sample taken. Flakiness index is taken as the total weight of the material passing through various thickness gauges expressed as the percentage of total weight of sample taken. മൊത്തം ഉണ്ടായിരുന്ന ഓരോന്നിനകത്തൂടെയും എത്ര പെർസെന്റേജ് പാസ് ചെയ്ത് പോകുന്നുണ്ട്, സോ അതിന്റെ ടോട്ടൽ ഞാൻ എടുക്കുന്നു. അതേ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ടോട്ടൽ സാമ്പിൾ ടേക്കൺ എത്രയാണ് എന്നുള്ള കാര്യം എടുക്കുന്നു. അപ്പൊ എനിക്ക് അവിടെ എത്ര പെർസെന്റേജ് ആണെന്നുള്ള കാര്യം കിട്ടുമല്ലോ. അതാണ് ഫ്ലേക്ക്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് ഇലോങ്ങേഷൻ ഇൻഡെക്സ്. ടെസ്റ്റ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ ഇൻഡെക്സ് ഓഫ് ആൻ അഗ്രിഗേറ്റ് is the percentage by weight of particles. Elongation index of aggregate is the percentage by weight of particles whose greatest dimension is greater than 1.8 times their mean dimension. അപ്പോൾ elongation aggregate എന്ന് വെച്ചാൽ it is a percentage by weight of particles തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മളെ ഫ്ലേക്ക്നെസ് ഇൻഡെക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓരോ ഗേജിനകത്തൂടെയും പാസ് ചെയ്ത് പോകുന്ന അഗ്രിഗേറ്റ്സ് എത്രയാണ് എന്നുള്ള കാര്യം അത് ബൈ ടോട്ടൽ വെയിറ്റ് ആണ് നമ്മളോട് എക്സ്പ്രസ് ചെയ്തത്. അതാണ് ഫ്ലേക്ക്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. അവിടെ ഞാൻ എടുത്തപ്പോൾ ഫ്ലേക്ക്നെസ് ഇൻഡെക്സിന്റെ കേസ് എടുത്തപ്പോൾ അവിടെ തിക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ലെസ് ദാൻ 3/5 ഓഫ് ദ മീൻ ഡയമെൻഷൻ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ ഈ എടുക്കുന്ന പാർട്ടിക്കിളിന്റെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ, ഞാൻ അവിടെ എടുക്കുന്ന പാർട്ടിക്കിളിന്റെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ, ഈ എടുക്കുന്ന പാർട്ടിക്കിളിന്റെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്, അതായത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ മീൻ ഡയമെൻഷന്റെ 1.8 ടൈംസ് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇലോങ്ങേഷൻ ഇൻഡെക്സ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സൈസസ് സ്മോളർ ദാൻ 6.3 mm. അപ്പൊ 6.3 mm സൈസിന് താഴെ വരുന്നതിന്, അതായത് 6.3 mm സൈസിന് താഴെ വരുന്നത് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല? ഇലോങ്ങേഷൻ ഇൻഡെക്സ് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. 6.3 mm ആ സൈസ് മറന്നു പോകരുത്. This test is conducted by using a metal length gauge of the description shown in figure. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ലെങ്ത് ഗേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ലെങ്ത് ഗേജ് ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. The test is conducted by using metal length gauge യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. The procedure is similar to that of finding flakiness index. Flakiness index പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോന്നിലുമുള്ള മിനിമം 200 നമ്പർ ഓഫ് പീസസുകൾ നമ്മൾ വേണം. അത് ഈ പറയുന്ന ഓരോ ലെങ്തിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കടത്തിവിടുകയാണ്. അപ്പൊ ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇലോങ്ങേഷൻ ഇൻഡെക്സ് is the total weight of the material retained on the various length gauges. ഓരോ ലെങ്ത് ഗേജസിലും റിട്ടൈൻ ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് ഓഫ് aggregate. The elongation index is the total weight of the materials retained on the various length gauges. ഓരോ ലെങ്ത് ഗേജിലും റീറ്റെയിൻ ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് ഓഫ് മെറ്റീരിയൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും? എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സാമ്പിൾ ഗേജ്. അപ്പൊ എത്രയാണോ ഞാൻ എടുക്കുന്ന സാമ്പിൾ അതിന്റെ വെയിറ്റിന്റെ ടേംസ് ആയി നമ്മൾ എന്ത് ചെയ്യുക? അതിൽ എത്ര പെർസെന്റേജ് ആണ് ഈ പറയുന്നത് പോലെ റീറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ എടുത്ത ടോട്ടൽ സാമ്പിളിൽ എത്ര പെർസെന്റേജ് ആണ് ഓരോന്നിലും ഓരോ ലെങ്ത് ഗേജിലൂടെയും നമുക്ക് റിട്ടൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. The presence of elongation particle in excess of 10 to 15% is generally considered as
അൺഡിസൈറബിൾ. അപ്പോ പ്രസൻസ് ഓഫ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ എടുക്കുന്ന അഗ്രിഗേറ്റിനകത്തെ ഇപ്പൊ ഇലോങ്ങേറ്റഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 10 മുതൽ 15% കൂടുതലാണെങ്കിൽ ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിനകത്ത് ഈ പറയുന്ന നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഓരോ ലെങ്തിനകത്തും നമ്മൾ പാസ് ചെയ്ത് വിടുമല്ലോ. അപ്പൊ അങ്ങനെ വിടുമ്പോൾ അവിടെ റീറ്റെയിൻ ചെയ്യുന്നത് എത്രയാണ്? അതേ ഡിവൈഡ് ബൈ അതിനെ എങ്ങനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ടോട്ടൽ വെയിറ്റ്. ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് റിട്ടേൺ ചെയ്യുന്നത് y1 ആണെന്ന് വിചാരിക്കുക, ഈ ഒരു എനിക്ക് റിട്ടേൺ ചെയ്യുന്നത് y2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഓരോന്നിലും ഓരോ എമൗണ്ട് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ആ കിട്ടുന്നത് ഇപ്പൊ y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര y2 പ്ലസ് എക്സെട്ര the whole divide by അവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഞാനിപ്പോ എന്തെടുക്കുകയാണ്? വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് W എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എന്ത് പറയുക, ഇതിനെ എങ്ങനെ ഇത്ര പെർസെന്റേജ് ആയിരിക്കും അപ്പൊ നമുക്ക് അവിടെ കിട്ടുക അല്ലെ? ഇത്രയും പെർസെന്റേജ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഈ കിട്ടുന്ന പെർസെന്റേജ് 10 to 15% ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അൺഡിസൈറബിൾ ആയിരിക്കും. ബട്ട് നോ റിക്കഗ്നൈസ്ഡ് ലിമിറ്റ്സ് ആർ ലേറ്റർ. അപ്പൊ അത് എന്താവാൻ പാടില്ല? അൺഡിസൈറബിൾ ആവുന്ന എപ്പോഴാണ്? 10 to 15% ആവുമ്പോഴാണ്. അതായത് ഇലോങ്ങേറ്റഡ് പാർട്ടിക്കിൾസ് 10 to 15% ആവുകയാണെങ്കിൽ അതെന്താണ്? അൺഡിസൈറബിൾ ആണ്. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ ബാക്കി ടെസ്റ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് നമുക്ക് നോക്കാം.